ഹായ് ഹലോ. എന്നാ ഉണ്ട്, നിങ്ങൾ വൈകുന്നേരം ചായ കുടിച്ചിട്ട് ഇരിക്കുവാണോ? ഞാനിപ്പോൾ ജോലിക്ക് പോയിട്ട് വന്നതേ ഉള്ളേ. പിന്നെ വൈകുന്നേരം വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് വീഡിയോ ഇടാനായിട്ടില്ലായിരുന്നല്ലോ. രാവിലെ എന്തോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു 5 മിനിറ്റ് 4 മിനിറ്റ് ഒരു വീഡിയോ ആക്കി എന്തോന്നും കുറച്ച് ഇങ്ങനെ രാവിലെ വൈകിട്ടുമായിട്ട് പോസ്റ്റാമെന്ന് ഞാൻ കരുതി. അങ്ങനെ എന്തോ ഇട്ട് രാവിലത്തേത് ഇട്ടു. വൈകുന്നേരത്തേനൊന്നും ഇടാനില്ലല്ലോ. അപ്പം ഈ നീക്കത്തേക്ക് ചുമ്മാ എന്തെങ്കിലും വർത്താനം പറയാമെന്ന് ഓർത്തു. എന്നാ ഉണ്ട്? ചായയൊക്കെ കുടിച്ചോ? സോയാബോളേ വാങ്ങിച്ച് വെച്ചിരിക്കുന്നതാ കറി വെക്കാൻ. പിന്നെ എന്നാ ഉണ്ട് വിശേഷം? ഇന്നിവിടെ ഒരു ചെറിയ മഴ കിട്ടിയിട്ടോ. നമ്മുടെ രാവിലെ ഞാൻ മമ്മി വെള്ളം തലയിൽ ചുമന്നു കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കുന്ന ആ വീഡിയോ ഇട്ടില്ലേ, അന്നത്തേനേക്ക് നമ്മുടെ മഴയ്ക്കൊക്കെ അങ്ങ് വിഷമമായിരുന്നു വന്നു. അതുകൊണ്ട് കുറച്ച് മഴ അങ്ങ് പെയ്തു തന്നു. അതുകൊണ്ട് ചെടിക്കൊന്നും നമുക്ക് വെള്ളം ഒഴിക്കേണ്ടി വന്നില്ല. അത് തുണച്ചു. നമ്മളിടയ്ക്ക് നമ്മുടെ നിത്യക്കറിയൻ്റെ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് എങ്ങാണ്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഉണ്ടോ? ഇത്രയും നിത്യക്കറിയാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നാളെ കറിയാക്കാനുള്ളതാണ്. ഇത് ഇത്രയും കറിയുണ്ട്. നിത്യക്കറിയനുണ്ട് കറി ഉണ്ടാക്കാൻ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഒരു സവോളയും തേങ്ങ എല്ലാം കൂടി ഇടുമ്പോഴത്തേക്ക് ഒരു ദിവസത്തേന് രാവിലെ വൈകിട്ടത്തേനും കൂടെയുള്ള കറിക്കുള്ളത് കിട്ടുവേ. നല്ല വലിപ്പമുള്ളതാണ്. ഞാൻ ഇതുണ്ടോ, ഇത്രയും നീളമുണ്ട്. എൻ്റെ ഒരു കൈയുടെ ഈല് വലുതാവുന്നതാണ്. ഇത്രയും വലിപ്പമുണ്ട്. വലിയ ഇനവാണ്. ഞാനൊരു കടയിൽ നിന്ന് മേടിച്ചതാണ്. അതിൻ്റെ വിത്ത് നട്ടു വെച്ച് ഇതിപ്പോൾ ഒറ്റ ചെടിയാണ് കിട്ടണേ. അപ്പോൾ ഒരു 2-3 കാസെറ്റായി അതിൻ്റെ തൈ ഉണ്ടെങ്കിൽ ഡെയിലി ഇതായിരിക്കും പരിപാടി. ഞാൻ എന്നിട്ട് 2-3 കായ എടുത്ത് വെച്ചിട്ട് ബാക്കി ഞാൻ സൂക്ഷിക്കാൻ വെച്ചിട്ടില്ല. ഇതിൻ്റെ കാലാവധി കഴിഞ്ഞാണ്. ആരാണ്ടൊക്കെ ചോദിച്ചായിരുന്നേ. പിന്നെ പപ്പയാണെങ്കിൽ അവിടെ ഇവിടെ എല്ലാം കൊണ്ട് നട്ടു വെച്ചാൽ ശരിയായില്ല. പിന്നെ നിങ്ങൾക്ക് എന്നാ ഉണ്ട്? എന്നെ ചീത്ത വിളിക്കുന്ന ചേച്ചിയുടെ കുഞ്ഞാവയൊക്കെ ഉണ്ട്. അവനുണ്ടേ, അവനെ ജാക്കറ്റ് ഇടിക്കാൻ പറഞ്ഞായിരുന്നു. അവനോടെ എൻ്റെ ഒരു പഴയ ഫോണുണ്ടായിരുന്നു, ഞാൻ നന്നാക്കി അതിൽ കാർട്ടൂൺ കണ്ടുകൊണ്ട് കിടക്കുക. കുറച്ച് ഡിസ്റ്റർബ് ചെയ്യണ്ടല്ലോ നോത്തു. അവൻ്റെ അടുത്ത് കാർട്ടൂൺ കാണണ്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓർഡർ എൻ്റെ ഫോണിലോട്ട് വരും. അതിന് ഞാൻ അവനെ ആ ഫോൺ കൊടുത്ത് അവിടെ ഒതുക്കി ഇട്ടേക്കണം. ഇതിപ്പോൾ ഞാൻ അടുക്കളക്കകത്തോടെ ഇങ്ങനെയൊന്ന് ചുറ്റിത്തിരിയുന്നതാണേ. നിങ്ങളുടെ അടുക്കള ഒരു വിശേഷപ്പെട്ട അടുക്കളയാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടയ്ക്ക് കാണിക്കാം കേട്ടോ. വളരെ വിശേഷപ്പെട്ട ഒരു അടുക്കളയാണ്. അവന് കുഞ്ഞിച്ചെറുക്കന് കഴിഞ്ഞ ദിവസം നമ്മുടെ പള്ളിയിൽ നിന്ന് VBS സമ്മാനം കിട്ടിയതാണ്. നല്ല ഫുഡ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഇതിൻ്റെ വില എത്രയാണ്? 174 രൂപ. ഇത്രയും മുഴുപ്പുണ്ട്, നല്ല ഇതിപ്പോൾ ഇവിടെ ഈ അടുക്കളയിൽ വലിയധികം വെട്ടത്തിൻ്റെ ഒരു ഇല്ലാത്തതുകൊണ്ടാണ്. നല്ല മഞ്ഞ കളറാണ്, നല്ല രസം. നല്ല വെള്ളമാണോ അറിയത്തില്ല. അയ്യോ, വെള്ളം കഴുകി വെച്ചിരുന്നായിരുന്നു. എന്തായാലും ഞാൻ വെള്ളം കുടിച്ചു. ഇല്ലേ അപ്പം ഇവിടെ എല്ലാവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അവനിപ്പം അതുകൊണ്ട് എപ്പോഴും ആ കപ്പിൻ്റെ അകത്താണ് വെള്ളം കൊടുക്കുന്നത്. അപ്പൻസി മരുമോനെ കാത്തിരിക്കുക. കൂടെ നമ്മുടെ മമ്മിയുടെ ബ്ലാക്ക് കാറ്റ് പൂച്ചുമ്പിക്കിട്ട് അവൻ പഞ്ചപാവമാണേ. അവനല്ല, അവളാണെന്നാണ് തോന്നണേ. അവനാണോ ഏതോ ഒരു പൂച്ച എന്നും വന്ന് ഉപദ്രവിക്കുക പുള്ളീനെ. എന്നിട്ട് എല്ലാം മേടിച്ചു കൊണ്ട് കയ്യോ എന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കും. അതിൻ്റെ ഈ പല്ല് വരെ ഒരു പൂച്ച വന്നിങ്ങനെ വലിച്ചു പറിച്ച് മുഖമൊന്നും ഇല്ലായിരുന്നു, ഇത്രയൊന്നും ഇല്ലായിരുന്നു. അതിട്ട് പിന്നെ സെറ്റായി വന്നു ഒരു പല്ല് ഇങ്ങനെ ഇരിക്കുക.
അത് കഴിഞ്ഞ കൊല്ലം എന്തോ കടിപിടി ഉണ്ടായിട്ട് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായി. പുള്ളി ഒന്നും തിരിച്ച് ചെയ്യില്ലാന്നേ, ഇങ്ങനെ അനങ്ങാണ്ടിരിക്കും. അതുപോലെ നമ്മുടെ കുഞ്ഞിറക്കനാണെങ്കിൽ അവനെ എടുത്ത് ഇങ്ങനെ ദശയെ കൂട്ടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുലുക്കിയിട്ട് എറിയും. പിന്നെ മറ്റേന്താ കസേര സ്റ്റൂളില്ലേ, ലോക്കഡായിട്ടുള്ള ഈ സ്റ്റൂള് ഇതിട്ട് ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കയറി കിടക്കും. അങ്ങനെ ഒത്തിരി ഇത് ചെയ്യും. എന്നാലും ഇതൊന്നും ചെയ്യില്ല. പപ്പയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇവൻ്റെ കാലിൽ അറിയത്തില്ല, പപ്പയ്ക്കൊന്നും അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ചവിട്ടി കുറേ നേരം വെച്ച് എന്നിട്ട് അയ്യോ 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 ഞാൻ ഈ പൂച്ച തന്നെ ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ കരയുന്നതെന്നോർത്തേ ചെന്ന് നോക്കിയപ്പം അതിൻ്റെ കാലിൽ ഇങ്ങനെ ചവിട്ടി പിടിച്ചേക്കുമായിരുന്നേ. ഞാൻ പറഞ്ഞിട്ട് മാറ്റി. വേറെ വല്ല പൂച്ചയാണ് അപ്പം നല്ല കടിയും ഇതൊക്കെ കൊടുത്തേനെ. ഇതൊന്നും ചെയ്യില്ല, പാവം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ ഇതിൽ കൂടെ പോണേ ഇങ്ങനെ കാണാനും ഒക്കെ ഇഷ്ടം. ഇങ്ങനെ തൊടാനും പിടിക്കാനും ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കൊഞ്ചിക്കില്ലേ. ഞങ്ങളുടെ ഇതിൽ കൂടെ ഇഷ്ടം പോലെ പിള്ളേരും കുഞ്ഞു പിള്ളേരും അല്ലാത്തവരും ഒക്കെ പോകുമ്പോൾ ഇതിനെ എടുത്ത് ഇങ്ങനെ മടി വയ്ക്കുക, കൊഞ്ചിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുവേ. എനിക്ക് വെച്ചാൽ ഇഷ്ടമില്ലാത്തതാണോ? എനിക്കിഷ്ടമാണ്, പക്ഷേ അങ്ങനെ കൊഞ്ചിക്കാനൊന്നും അറിയത്തില്ല പൂച്ചേനെ. അതുപോലെ പട്ടീനെയൊക്കെ ആണെങ്കിലും കാണാനിഷ്ടമാണ്, കൊഞ്ചിക്കാനൊന്നും ഇഷ്ടമില്ല. നമ്മുടെ കമൻ്റടി വീരത്തി നന്നോണം കണ്ടോ, ഇരുട്ടാണേ. ഓ വീഡിയോ ഇതെന്നെ ഇത് ഈ ഗൂ 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 അപ്പഴേ ചെവി വെക്കുന്ന മറ്റേ ചെവി അല്ല അപ്പഴയാ ചീവീടുണ്ട്. ചെവി കേൾക്കാൻ മേലാത്തവർക്ക് വെക്കുന്ന മറ്റേ സംഭവമില്ലേ, ഹെഡ്സെറ്റോ എന്നെ ഇയർഫോണോ, ആ സാധനത്തിൻ്റെ ചീവീടുണ്ട്. അത് ഞാൻ കേൾക്കുന്നുണ്ട്, കൂ 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 എന്നൊക്കെ. ചീവീടൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളവട്ടോ അയ്യേ അല്ല, ഏതോ കൊച്ചിൻ്റെ അച്ഛയമ്മയായിരിക്കും, നിങ്ങളുടെ അച്ഛൻ. അപ്പം